നമസ്കാരം. കഴിഞ്ഞ 10 വർഷത്തിനിടെ തൃശൂർ ജില്ലയിൽ CPM 100 കോടിയുടെ വെളിപ്പെടുത്താത്ത സ്വത്ത് സമ്പാദിച്ചെന്ന കണ്ടെത്തലുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത്. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് അന്വേഷിക്കുന്ന ED ഹൈക്കോടതിയിൽ സമർപ്പിച്ച കേസ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിവിനായി അടക്കം CPM സ്വീകരിക്കുന്ന ശൈലിയെയാണ് ED റിപ്പോർട്ടിൽ തുറന്നു കാട്ടുന്നത്. തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിക്കുന്നതിനായി പാർട്ടി ജില്ലയിൽ ഒന്നിലധികം അക്കൗണ്ടുകൾ തുറന്നുവെന്നാണ് EDയുടെ കണ്ടെത്തൽ. ഇലക്ഷൻ കമ്മീഷന്റെയും അന്വേഷണ ഏജൻസികളുടെയും ട്രാക്കിംഗ് ഒഴിവാക്കാനായി തന്ത്രപൂർവ്വം അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുകയായിരുന്നെന്ന് ED പറയുന്നു. പാർട്ടി ലെവി, തെരഞ്ഞെടുപ്പ് ഫണ്ട്, കരുവന്നൂർ ബാങ്കിൽ നിന്നുള്ള നിയമവിരുദ്ധ വായ്പകളുടെ ഗുണഭോക്താക്കളിൽ നിന്നുള്ള കമ്മീഷൻ, നോമിനേറ്റഡ് അംഗങ്ങളുടെ സംഭാവനകൾ എന്നിവയാണ് നിക്ഷേപങ്ങളുടെ ഉറവിടമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് സംബന്ധിച്ച ED കേസിൽ പരാമർശിച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ പങ്കിനെക്കുറിച്ചും അന്വേഷണം നടത്താൻ ഹൈക്കോടതി ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ശേഖരിച്ച ഫണ്ട് പാർട്ടിക്ക് വേണ്ടി ഭൂമി വാങ്ങൽ, കെട്ടിട നിർമ്മാണം, യോഗങ്ങൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കായി ചെലവിട്ടതായും ED പറയുന്നു. വെളിപ്പെടുത്താത്ത അക്കൗണ്ടുകൾ, പാർട്ടി ഓഫീസിന്റെ ആസ്തികൾ എന്നിവ പാർട്ടി ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ ഓഡിറ്റ് ചെയ്ത കണക്കുകളിൽ കാണിച്ചിട്ടില്ലെന്നും ED വ്യക്തമാക്കി. രാഷ്ട്രീയ പാർട്ടികൾ കണക്കുകൾ കാണിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നും ED പറയുന്നു. 2023 മാർച്ച് 31 വരെയുള്ള CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ 17 ഏരിയ കമ്മിറ്റികളിലായി വെളിപ്പെടുത്താത്ത 25 ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തിയതായും ഈ അക്കൗണ്ടുകളിൽ 1.73 കോടി രൂപയും 63.98 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപവും ഉണ്ടെന്ന് ED പറയുന്നു. കൂടാതെ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഈ വെളിപ്പെടുത്താത്ത അക്കൗണ്ടുകളിലെ യഥാർത്ഥ നിക്ഷേപം 100 കോടി രൂപ കവിയുമെന്നും കരുതുന്നു. കോടതിയിൽ സമർപ്പിച്ച കണക്കുകൾ 2023 നവംബർ 30 വരെ ഉള്ളതാണെന്നും ED പറയുന്നു. അതേസമയം കേസിലെ CPMന്റെ പങ്ക് സംബന്ധിച്ച അന്വേഷണത്തിലെ കണ്ടെത്തലിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് ED കത്ത് നൽകും. CPMനെ പ്രതി ചേർത്തും പാർട്ടി അക്കൗണ്ടിലേക്ക് എത്തിയ പണത്തിന്റെ വിവരങ്ങളും ED പോലീസ് മേധാവിക്ക് കൈമാറും. PMLA നിയമത്തിലെ സെക്ഷൻ 66(2) പ്രകാരമാണ് നടപടി. വായ്പയെടുത്ത ബാങ്കിന് വലിയ സാമ്പത്തിക ബാധയുണ്ടാക്കിയ പ്രതികളുടെ വിവരങ്ങളും കൈമാറും. അതേസമയം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പോലീസ് അന്വേഷണം വൈകുന്നത് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. 4 വർഷമായിട്ടും അന്വേഷണ പുരോഗതി ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി ഇന്നലെ ചോദിച്ചിരുന്നു. ആളുകളെ കൊള്ളയടിച്ച സംഭവമല്ലേ ഇത്? നടപടിയെടുക്കാൻ വൈകുന്നത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചിരുന്നു. ED വളരെ കൃത്യമായി അന്വേഷണം നടത്തുന്നുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ഇങ്ങനെ പോയാൽ കേസ് CBIക്ക് കൈമാറേണ്ടി വരുമെന്നും കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന പോലീസ് അന്വേഷണം വൈകുന്നതിനെതിരായ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. കേസുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ED കൊണ്ടുപോയതുകൊണ്ടാണ് അന്വേഷണം പൂർത്തീകരിക്കാൻ കഴിയാത്തതെന്നാണ് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത്. കേസ് അന്വേഷണത്തിന് ഒറിജിനൽ രേഖകൾ തന്നെ വേണമെന്ന് സംസ്ഥാന സർക്കാർ വാശി പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിച്ചു. അന്വേഷണം വൈകുന്നതിന് വിചിത്രമായ വാദമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. ഇപ്പോഴത്തെ നിലയിൽ അന്വേഷണം പൂർത്തിയാക്കാൻ 3 മാസത്തെ സമയം വേണ്ടിവരുമെന്ന് സർക്കാർ അഭിഭാഷകർ വ്യക്തമാക്കി.